ഹലോ, ഇന്ന് നമ്മൾ സദ്യയിലൊക്കെ ഒഴിച്ചുവിടാൻ പറ്റാത്ത ബീട്രൂട്ട് കിച്ചടിയുടെ റെസിപ്പിയാണ് നോക്കുന്നത്. ഒരു ചട്ടി എടുത്ത് അതിൻ്റെ തൊട്ട് കുനുകുന അരിഞ്ഞ ബീട്രൂട്ടും അതിലോട്ട് കുറച്ച് വെള്ളം ഉപ്പും ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വെക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളൊരു ജാറിലോട്ട് കുറച്ച് തേങ്ങ ചിരവിയതും ഒരു പിഞ്ച് ജീരകം ഒരു കുഞ്ഞ് പീസ് ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ബീട്രൂട്ട് നല്ലോണം വെന്ത് അതിലൊഴിച്ച് വെള്ളമൊക്കെ വറ്റി വരുമ്പോഴേക്കും നമ്മുടെ ഈ തേങ്ങാക്കൂട്ടും കൂടി ഇട്ടിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റ് നല്ലോണം ഒന്ന് ഇളക്കി അതിൻ്റെ പച്ചമുളകൊക്കെ മാറി വരുമ്പോഴേക്കും നമുക്ക് പതിയെ നമ്മുടെ ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നല്ല കട്ട തൈരാണ് വേണ്ടത്. കട്ട തൈര് പുളിയുള്ള തൈരാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. ഇതും കൂടെ ചേർത്തിട്ട് നല്ലോണം ഒന്ന് യോജിപ്പിച്ചെടുക്കാം. ഗ്യാസ് ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ തൈര് ഒഴിക്കാൻ ശ്രദ്ധിക്കണേ. ഒരു പാൻ വെച്ചിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കടുകിട്ട് അതിലോട്ട് പച്ചമുളകും ചെറിയുള്ളിയും കറിവേപ്പിലയും കൂടിയിട്ട് നല്ലോണം ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മുടെ ഈ കിച്ചടിയിലോട്ട് ഇത് ഒഴിച്ചു കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.